ഓക്കെ, നമ്മൾ ബഡ്ജറ്റിൻ്റെ 4 സ്റ്റേജുകളിൽ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജ് ആണ് പ്രസൻറ്റേഷൻ ആൻഡ് പാസിംഗ് ഓഫ് ബഡ്ജറ്റ് ഓൺ ഓർ ബിഫോർ 28th February. ഇത് കൺകറൻസ് ഓഫ് ഗവർണർ. രണ്ടാമത്തെ സ്റ്റേജ് പ്രസൻറ്റേഷനും പാസിങ്ങുമാണ്. പ്രസൻറ്റേഷൻ നടത്തുന്നത് പ്രിപ്പയർ ചെയ്ത് നവംബർ 30 ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ആ സാമ്പത്തിക വർഷത്തെ 2021-22 വർഷത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. 2021-22 ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് പോകുമ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചെലവുകൾ അവിടെ ബഡ്ജറ്റിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യണം. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കും. അത് ഗവർണർ ഒരു ഡേറ്റ് കൊടുക്കും. ഗവർണർ കൊടുക്കുന്ന ഡേറ്റ് ഫെബ്രുവരി 28 അതിക്ക് മുമ്പുള്ള ഒരു ഡേറ്റ് ആയിരിക്കും. ആ ഡേറ്റിന് ലെജിസ്ലേച്ചറിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും ധനകാര്യമന്ത്രി. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആ അവതരിപ്പിക്കുന്ന ദിവസം അതിനെ പറയുന്ന പേരാണ് പ്രസൻറ്റേഷൻ. ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ. ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന ദിവസം ഒരിക്കലും അതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ ഇല്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി അത് വായിച്ച് അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്ന ദിവസം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അന്ന് ദർ ഈസ് നോ കൊറീസ്. അതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയോ ചോദ്യങ്ങളോ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നിയമമാണ്. അങ്ങനെ അതിനുശേഷമാണ് ഇതിനെ പറ്റിയിട്ടുള്ള ധന അഭ്യർത്ഥനകൾ, അപ്രോപ്രിയേഷൻ ആക്ട്, ധനകാര്യ ബില്ലുകൾ അവതരിപ്പിക്കും. അതാണ് പാസിങ്ങിന് വേണ്ടിയിട്ട് തുടർന്ന് വരുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ച് തുടർന്നുള്ള ദിവസങ്ങളെ പറയുന്ന പേരാണ് ബഡ്ജറ്റ് ചർച്ച. ആ ബഡ്ജറ്റ് ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കും. ആ പങ്കെടുക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വകുപ്പ് തിരിച്ച് മന്ത്രി അവർ ആവശ്യപ്പെട്ട തുകകൾ ഓരോ വകുപ്പിനും ആവശ്യപ്പെട്ടിട്ടുള്ള തുകകൾ അവര് ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്ത് PWD പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടിയ ഫണ്ട് കുറവായിരുന്നു എന്ന് നിയമസഭയിൽ പറഞ്ഞു. അപ്പം അത് മന്ത്രി പരിശോധിച്ചിട്ട് കൂടുതൽ ആവശ്യമുള്ള വകുപ്പാണെങ്കിൽ ബഡ്ജറ്റ് ചർച്ച ചെയ്ത് ഫണ്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ധനാഭ്യർത്ഥനകൾ, ഡിമാൻഡ് ഫോർ ഗ്രാന്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ബില്ല്. അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പ് എന്താണ് അപ്രോപ്രിയേഷൻ ബില്ല്? അതുപോലെ അപ്പോൾ ഇവിടെ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് ധനകാര്യമന്ത്രി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അതിനെ പറ്റിയിട്ടുള്ള ചർച്ചയായിരിക്കും. ചർച്ച എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ചർച്ചയായിരിക്കും. ധനാഭ്യർത്ഥനകൾ, ആ ധനാഭ്യർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും വകുപ്പ് തിരിച്ചുള്ള ഡിമാൻഡുകൾ നടത്തും. അപ്പോൾ അവിടെയാണ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്. ഗ്രാന്റിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ബില്ലുകളൊക്കെയും അവിടെ ചർച്ച ചെയ്യും. അങ്ങനെ ആ ധന അഭ്യർത്ഥനകൾ അതിന് പറയുന്നവരാണ് ധന അഭ്യർത്ഥനകളാണ്. ഈ ധന അഭ്യർത്ഥനകൾ നടത്തും ഓരോ വ്യക്തികളും. അങ്ങനെ അഭ്യർത്ഥനകൾ നടത്തി കഴിയുമ്പോൾ അവിടെ അവതരിപ്പിക്കുന്ന ബില്ലിനെ പറയുന്ന പേരാണ് അപ്രോപ്രിയേഷൻ ബില്ല്. അപ്രോപ്രിയേഷൻ എന്താണ്? അപ്രോപ്രിയേഷൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്രോപ്രിയേഷൻ ഈസ് അസൈൻമെന്റ് ഓഫ് ഫണ്ട്സ് ബൈ ദി ലെജിസ്ലേച്ചർ to meet a specified expenditure. Appropriation is an assignment of funds by the legislature to meet specified expenditure as soon as the demand for grants are passed. അപ്പോൾ appropriation is an assignment of fund. ഫണ്ടുകളെ അസൈൻ ചെയ്യുക, നൽകുക, മാറ്റിവെക്കുക അല്ലെങ്കിൽ അനുവദിക്കുക. ലെജിസ്ലേച്ചർ ധനാഭ്യർത്ഥനകൾ വഴിയായിട്ട് ഫണ്ടുകൾ ആവശ്യപ്പെടുമ്പോൾ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ഓരോ വകുപ്പിനുമുള്ള ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ആവശ്യപ്പെടുമ്പോൾ അത് ലെജിസ്ലേച്ചർ അംഗീകരിച്ചു കൊടുക്കുന്ന ആ ആക്റ്റാണ് അപ്രോപ്രിയേഷൻ ആക്ട്. ഇനി ഈ അപ്രോപ്രിയേഷൻ ആക്ട് എങ്ങനെയാണ്? ആസ് സൂൺ ആസ് ദി ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് ആർ പാസ്ഡ് by the assembly, appropriation bill is introduced.
അസംബ്ലിയിലെ ഗ്രാൻറ്റുകളൊക്കെയും പാസ്സാക്കി കഴിയുമ്പോൾ അസംബ്ലിയിൽ അപ്പോൾ ഈ ഓരോ വകുപ്പ് തിരിഞ്ഞിട്ടുള്ള ധനാഭ്യർത്ഥനകൾ നടത്തി ബില്ലുകൾ അവതരിപ്പിച്ച് പാസ്സാക്കി കഴിയുമ്പോൾ അവിടെ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് അപ്രോപ്രിയേഷൻ ബില്ല്. ആ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സാക്കി ഗവർണറുടെ കൺകറൻസിന് പോകും. ഗവർണറാണ് പാസ്സാക്കുന്നത്. ഗവർണറുടെ അതാണ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സാക്കും. വെൻ അപ്രൂവ്ഡ് ബൈ ദി ഗവർണർ ദിസ് ബിക്കം ആൻ അപ്രോപ്രിയേഷൻ ആക്ട്. അപ്പോൾ ആ അപ്രോപ്രിയേഷൻ ആക്ട് ആകുന്നത് എങ്ങനെയാണ്? ഒരു ബില്ല് അപ്രോപ്രിയേഷൻ ആക്ടായി മാറുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ഒന്നാമത്തെ കാര്യമാണ് പ്രസന്റ് ചെയ്യും, ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യും. അപ്പോൾ ഈ പ്രസന്റ് ചെയ്യുന്നത് എന്താണ്? മുൻകൂട്ടി ഓരോ ഡിപ്പാർട്ട്മെന്റിനും പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഫണ്ടുകളെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടാവും. ആ പ്രപ്പോസലിനെ ആസ്പദമാക്കിയിട്ട് ചർച്ച ചെയ്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഓരോ വകുപ്പിനും ഇത്ര രൂപ അനുവദിച്ചു, അല്ലെ ഇത്ര രൂപ ബഡ്ജറ്റിലേക്ക് നീക്കിവെച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് മന്ത്രി ബഡ്ജറ്റ് പ്രസംഗം നടത്തും. ആ ബഡ്ജറ്റ് പ്രസംഗം നടത്തി അതിൻ്റെ ധനാഭ്യർത്ഥനകളൊക്കെയും ചർച്ച ചെയ്ത് അവസാനം ഈ ബില്ല് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എല്ലാത്തിനും ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്ത് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പാസ്സാക്കും. ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്ത് പാസ്സാക്കും. ആ പാസ്സാക്കി കഴിയുമ്പോൾ അത് ഗവർണറുടെ അനുമതിക്ക് വേണ്ടിയിട്ട് പോകും. അങ്ങനെ ആ ഗവർണർ അത് ഒപ്പുവെച്ച് പ്രസ്സിലേക്ക് പോയി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അത് അപ്രോപ്രിയേഷൻ ആക്ട് ആകുന്നത്. അപ്പോൾ ഇതിലെ പ്രൊസീജിയർ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഒന്നാമത്തെ കാര്യം പ്രിപ്പറേഷൻ. ആ സാമ്പത്തിക വർഷത്തേക്ക് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തുകകൾക്കും വേണ്ടിയിട്ടുള്ളൊരു പ്രപ്പോസൽ കൊടുക്കും. ആ പ്രപ്പോസൽ ധനകാര്യ വകുപ്പ് മന്ത്രി അത് പ്രിപ്പയർ ചെയ്ത് അത് എവിടെ സബ്മിറ്റ് ചെയ്യും? ബഡ്ജറ്റ് അസംബ്ലിയിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സബ്മിറ്റ് ചെയ്ത് അത് പാസ്സാക്കും. അപ്പോൾ പ്രസന്റേഷൻ ആൻഡ് പാസിങ്ങിന്റെ സമയത്താണ്, ഈ ബഡ്ജറ്റ് പാസ്സാക്കുന്ന സമയത്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ എമൗണ്ടുകളും പാസ്സാക്കാനായിട്ട് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, കുറവ് കൊടുത്തിട്ടുണ്ടാകും, ചിലപ്പോൾ കുറവ് എമൗണ്ട് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോഴത് റീഅപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കും. റീഅപ്രോപ്രിയേഷൻ കൂടുതലുള്ള സ്ഥലത്തു നിന്നും കുറവുള്ള സ്ഥലത്തേക്ക് അത് റീഅപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അപ്രോപ്രിയേഷൻ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഗവർണർ ഒപ്പുവെച്ച് പാസ്സാക്കി അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അത് ഒരു ആക്റ്റായിട്ട് മാറുന്നത്. ആ ആക്റ്റായി മാറിക്കഴിയുമ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ആക്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി, ആ സാങ്ഷൻ്റെ കാലാവധി ആ സാമ്പത്തിക വർഷം എൻഡ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി മാർച്ച് 31 അത് ലാപ്സാകും. അപ്പോൾ ഈ ബില്ല് അപ്രോപ്രിയേഷൻ ആക്ട് വിച്ച് ഈസ് പബ്ലിഷ്ഡ് ഇൻ ദി ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് അതൊരു ആക്റ്റായി മാറുന്നത്. അങ്ങനെ ആക്റ്റായി മാറിക്കഴിയുമ്പോൾ അതിൽ നിന്നും പിന്നെ ചെലവ് ചെയ്യാം. അങ്ങനെ ചെലവ് ചെയ്യുമ്പോൾ അതിൽ 2 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്. ചാർജ്ഡ് എക്സ്പെൻഡിച്ചറും വോട്ടഡ് എക്സ്പെൻഡിച്ചറും. എന്താണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ? എന്താണ് വോട്ടഡ് എക്സ്പെൻഡിച്ചർ? ചാർജ് എക്സ്പെൻഡിച്ചർ, ഈ അപ്രോപ്രിയേഷൻ ആക്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 205 206 അപ്രോപ്രിയേഷൻ ആക്ട് പറയുന്നത്. 205 206 അപ്രോപ്രിയേഷൻ ആക്ട് പറയുന്നത്. അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അസൈൻമെന്റ് ഓഫ് ഫണ്ട്. അപ്രോപ്രിയേഷൻ ഈസ് അസൈൻമെന്റ് ഓഫ് ഫണ്ട്സ് ബൈ ദി ലെജിസ്ലേച്ചർ ടു മീറ്റ് ദി സ്പെസിഫൈഡ് എക്സ്പെൻഡിച്ചർ. ഒരു പ്രത്യേക എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെജിസ്ലേച്ചർ പാസ്സാക്കി കൊടുക്കുന്ന ഒരു ഫണ്ടാണ്, അത് മാറ്റിവെക്കുന്ന ആ ഫണ്ടാണ്, അസൈൻമെന്റ് ഓഫ് ഫണ്ടാണ് അപ്രോപ്രിയേഷൻ ആക്ടിൽ പറയുന്ന കാര്യം. അങ്ങനെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സാക്കുന്നു. പാസ്സാക്കി കഴിയുമ്പോൾ ഗവർണർ ഒപ്പുവെക്കുന്നു. ഗവർണർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് പ്രസ്സിൽ പോയി നോട്ടിഫിക്കേഷനായി ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയി കഴിയുമ്പോഴാണ് അതൊരു
ആക്റ്റായിട്ട് മാറുന്നത്. ആ ആക്ട് ലാപ്സ് ആകുന്നത് ആ സാമ്പത്തിക വർഷത്തിൻ്റെ എൻഡ് ഓഫ് ദി മന്താണ്. മാർച്ച് 31 ലാപ്സായിട്ട് മാറും. ഇതാണ് അപ്രോപ്രിയേഷൻ ബില്ല്. അപ്പോൾ ഇതിൽ നിങ്ങൾ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശമ്പള ബില്ല് നോക്കുമ്പോൾ അവിടെ കാണാം ശമ്പള ബില്ലിൻ്റെ ഭാഗത്ത് നോൺ പ്ലാൻ, പ്ലാൻ, വി, സി, വാട്ടർ എക്സ്പെൻഡിച്ചറും ചാർജ് എക്സ്പെൻഡിച്ചറും, വാട്ടർ എക്സ്പെൻഡിച്ചറും ചാർജ് എക്സ്പെൻഡിച്ചറും. വാട്ടർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു വോട്ട് ഇൻ ദി ലെജിസ്ലേച്ചർ. വോട്ടിനിട്ട് പാസ്സാക്കിയാൽ മാത്രമേ അത് ചെലവഴിക്കാൻ പറ്റുള്ളൂ. അതായത് സാലറീസ്, TA ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും തുക ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ആ ഫണ്ടുകൾ ലെജിസ്ലേച്ചറിൽ വോട്ടിനിട്ട് പാസ്സാക്കണം. വോട്ടർ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു വോട്ട്. ദി എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു വോട്ട് ഇൻ ദി ലെജിസ്ലേച്ചർ. വോട്ടിനിട്ട് പാസ്സാക്കുന്ന അല്ലെങ്കിൽ എല്ലാ ചെലവുകളും ലെജിസ്ലേച്ചറിൽ പാസ്സാക്കിയാൽ മാത്രമേ ₹1 പോലും ചെലവ് ചെയ്യാനായിട്ടുള്ള അംഗീകാരം ലഭിക്കുകയുള്ളൂ. അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാക്കുന്നത്, ആ അപ്രോപ്രിയേഷൻ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാക്കുന്നത് ആണ് വാട്ടർ എക്സ്പെൻഡിച്ചർ. ഇനി അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചെലവ് ചെയ്യണമെങ്കിൽ ലെജിസ്ലേച്ചറിൽ പാസ്സാക്കണം. പക്ഷെ ചില ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ചെലവുകൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചാർജ്ഡാണ്. അത് വോട്ടിനിട്ട് പാസ്സാക്കണ്ട. ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള ഓഫീസുകളുടെ ചെലവുകൾ, സാലറീസ് ആയാലും എല്ലാ ചെലവുകളും അതുപോലെ ഭരണഘടന അനുശാസിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ചെലവുകളോ അല്ലെങ്കിൽ കോടതി പ്രത്യേക ഡിക്രി വഴിയായിട്ടോ വെർഡിക്റ്റ് വഴിയായിട്ടോ പാസ്സാക്കിയിട്ടുള്ള തുകകളോ അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് ഫണ്ട്, ചില ഫണ്ടുകൾ പൊതുജനങ്ങളിൽ നിന്നും കടം വാങ്ങിയിട്ടുള്ള കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വന്നിരിക്കുന്ന ഡെപ്റ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ചില സിങ്കിങ് ഫണ്ടുകൾ, ചില പ്രത്യേക ഫണ്ടുകൾ, ഇയർമാർക്കഡ് ഫണ്ടുകൾ, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഫണ്ടുകളൊക്കെയും ഒരിക്കലും ഒരു കാലാവധി പറഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്ന ഫണ്ടുകൾ ഒന്നും തന്നെ വോട്ടിനിട്ട് പാസ്സാക്കേണ്ട. അങ്ങനെ പാസ്സാക്കാതെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഭരണഘടന വെച്ച് നീട്ടിയിരിക്കുന്ന എല്ലാ ചെലവുകളുമാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അപ്പോൾ കേരള ബഡ്ജറ്റ് മാനുവലിലെ അപ്പൻഡിക്സ് 4 ചാർജ്ഡ് ഏതെല്ലാമാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലാക്കുക. വാട്ടർ എക്സ്പെൻഡിച്ചർ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് വാട്ടർ എക്സ്പെൻഡിച്ചർ ചോദിക്കാവുന്നതാണ്. വാട്ടർ എക്സ്പെൻഡിച്ചർ മീൻസ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു വോട്ട് ഇൻ ദി ലെജിസ്ലേച്ചറിൽ, നിയമസഭയിൽ അത് വോട്ടിനിട്ട് പാസ്സാക്കി അപ്രോപ്രിയേഷൻ ആക്റ്റായിട്ടും പാസ്സാക്കണം. അതേസമയം ചില ചെലവുകൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ചെലവ് ചെയ്യേണ്ടത്. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിധിയാണ് സഞ്ചിത നിധി. മലയാളം വാക്കാണ് സഞ്ചിത നിധി. സർക്കാരിനെ നിലനിർത്തുന്ന ഫണ്ട്, നിധി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അക്കൗണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും യൂണിയൻ ടെറിറ്ററീസ് ആയാലും ഏതൊരു ഫണ്ടും വരവ് വയ്ക്കുന്നതും ചെലവ് ചെയ്യുന്നതും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അതേസമയം കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഒരു പ്രത്യേക എമൗണ്ട് ഇംപ്രസ്ഡ് ആയിട്ട്, ഒരു കരുതൽ നിധിയായിട്ട്, ഒരു കോർപ്പസ് എമൗണ്ട് ആയിട്ട് മാറ്റുന്നു. അത് അൺഫോർസീൻ ആൻഡ് അൺഅവോയ്ഡബിൾ എക്സ്പെൻഡിച്ചർ. അൺഫോർസീൻ അതായത് യാദൃശ്ചികമായിട്ട് ആകസ്മികമായിട്ടുള്ള നിധിയാണ്. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. അങ്ങനെ ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ആ ഫണ്ടുകളും ചെലവ് ചെയ്യണമെങ്കിൽ അത് ആകസ്മിക നിധിയിൽ നിന്നാണ് ചെലവ് ചെയ്യേണ്ടത്. ഓക്കി പോലെയുള്ള അല്ലെങ്കിൽ ഫ്ലഡ് പോലെയുള്ള
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രൈം മിനിസ്റ്റേഴ്സോ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടോ ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ ചെലവ് ചെയ്യുന്നത് എപ്പോഴും ഈ ആകസ്മിക ഫണ്ടിൽ നിന്നാണ്, യാദൃശ്ചിക ഫണ്ടിൽ നിന്നാണ്. അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ല, കണ്ടിജൻസി ഫണ്ട്. ആ കണ്ടിജൻസി ഫണ്ടിൻ്റെ കോർപ്പസ് എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കരുതൽ നിധി 100 കോടി രൂപയാണ്. എപ്പോഴും 100 കോടി രൂപ അവിടെ കരുതലായിട്ട് എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് മെറ്റ് ഫോർ അൺഫോർസീൻ ആൻഡ് അൺഅവോയ്ഡബിൾ റീസൺസ് ഓർ അൺഅവോയ്ഡബിൾ പർപ്പസസ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാദൃശ്ചികമായിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് നീക്കിവെച്ചിരിക്കുന്നത്. അതിനും എപ്പോഴും ബഡ്ജറ്റ് പാസ്സാക്കുന്ന അതേ പ്രൊസീജിയർ തന്നെ വേണ്ടിവരും. അതുകൊണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഒരു തുക ചെലവഴിക്കണമെങ്കിൽ അതിനെ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്നും വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്നും പറയുന്നു. വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത് ബഡ്ജറ്റ് പാസ്സാക്കണം. നമ്മുടെ ശമ്പളമൊക്കെ അതല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ശമ്പളവും മറ്റെല്ലാം പാസ്സാക്കിയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. അതേസമയം അതുകൊണ്ടാണ് അതിനെ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു വോട്ട് ഇൻ ദി ലെജിസ്ലേച്ചർ നിയമസഭയിൽ വോട്ടിനിട്ട് പാസ്സാക്കിയാൽ മാത്രമേ 1 രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും. അങ്ങനെയുള്ള ചെലവുകളെ പറയുന്ന പേരാണ് വോട്ടഡ് എക്സ്പെൻഡിച്ചർ. സാധാരണ ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ചാർജഡ് ആണ്. അതിനാൽ തന്നെ അതുകൊണ്ടാണ് നമ്മുടെ ബില്ല് എഴുതുമ്പോൾ വി ആണ് ടിക്ക് ചെയ്യുക. ശമ്പള ബില്ലിൽ സ്പാർക്കിൻ്റെ ബില്ലെടുക്കുമ്പോൾ വി എന്ന് പറയുന്ന കോളം ടിക്ക് ചെയ്യും. ഇനി ഹൈക്കോർട്ട് ജഡ്ജ് അതുപോലെ തന്നെ PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ ശമ്പളം, ഹൈക്കോർട്ടിലെ ശമ്പളം, അതുപോലെ തന്നെ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ശമ്പളം, ഗവർണറുടെ ശമ്പളം, ഗവർണറുടെ ഓഫീസിലെ ശമ്പളം, ഇങ്ങനെയുള്ള കുറേ ഓഫീസുകളുണ്ട്. അത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഭരണഘടന വെച്ച് നീട്ടിയിട്ടുള്ള റൈറ്റ്സ് പ്രകാരവും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം മാറുന്നതിന് ബഡ്ജറ്റ് പാസ്സാക്കേണ്ട. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു വോട്ട് ഇൻ ദി ലെജിസ്ലേച്ചർ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ചാർജ്ഡ് എക്സ്പെൻഡിച്ചറും വോട്ടഡ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം, വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ചെലവ് ചെയ്യണമെങ്കിൽ നിയമസഭയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വോട്ടിനിട്ട് അപ്രോപ്രിയേഷൻ ബില്ല് അവതരിപ്പിച്ച് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ധനാഭ്യർത്ഥനകൾ നടത്തി അത് ചർച്ച ചെയ്ത് പാസ്സാക്കി ഗവർണർ ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായ ഒരു ആക്റ്റായാൽ മാത്രമാണ് ശമ്പളം മാറാൻ പറ്റുള്ളൂ. 2021-22 ബഡ്ജറ്റും 2020-21 കറണ്ട് ബഡ്ജറ്റും ആണ് വോട്ടിനിട്ട് പാസ്സാക്കിയ ആക്റ്റാകുന്നത്. മനസ്സിലാക്കുക. 2020-21 കറണ്ട് ബഡ്ജറ്റും 2021-22 ഒറിജിനൽ ബഡ്ജറ്റുമാണ് പാസ്സാക്കി അപ്രോപ്രിയേഷൻ ആക്റ്റായി മാറുന്നത്. അങ്ങനെ ആക്റ്റായിട്ട് മാറുമ്പോൾ 2020-21 സാങ്ഷൻ, ബഡ്ജറ്റ് പാസ്സാക്കിയിരിക്കുന്ന സാങ്ഷൻ അതിൻ്റെ ലാപ്സ് ആകുന്നത് 31 മാർച്ച് 2021. 31 മാർച്ച് 2021 ആ കറണ്ട് ബഡ്ജറ്റിൻ്റെ സാങ്ഷൻ ലാപ്സ് ആകുന്നത്. വരാൻ പോകുന്ന ബഡ്ജറ്റിൻ്റെ ചെലവുകൾ അത് ചെലവ് ചെയ്യാനായിട്ട് ഇവിടെ പാസ്സാക്കണം. അപ്പോൾ 2021-22 കാര്യങ്ങൾ പാസ്സാക്കി ചെലവ് ചെയ്യണമെങ്കിൽ മുൻകൂട്ടി തന്നെ വീണ്ടും ഒരു അഡ്വാൻസ് ഗ്രാൻറ്റ് സാങ്ഷൻ ചെയ്യണം. 2021-22 ബഡ്ജറ്റിൽ നിന്നും അത് ആരംഭിക്കുന്നതിന് മുമ്പ്, ആരംഭിക്കുന്നത് 1/4
2021 ചെലവ് ആരംഭിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെലവ് ആരംഭിക്കണമെങ്കിൽ ഒരു അഡ്വാൻസ് ഗ്രാൻഡ് ചെലവ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം നിയമസഭയിൽ കൊടുക്കും. അതിനെ പറയുന്ന പേരാണ് വോട്ട് ഓൺ അക്കൗണ്ട്. വോട്ട് ഓൺ അക്കൗണ്ട് എന്താണ്, വോട്ടർ എക്സ്പെൻഡിച്ചർ എന്താണ്? രണ്ടും ഇതെല്ലാം വോട്ടിനിട്ട് പാസ്സാക്കുന്ന ലെജിസ്ലേച്ചറിൽ വോട്ടിനിട്ട് പാസ്സാക്കുന്ന ആ ഐറ്റംസ്, ആ ചെലവുകളാണ് വോട്ടർ എക്സ്പെൻഡിച്ചർ. ഇനി ഇത് വോട്ടിനിട്ട് പാസ്സാക്കാതെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ചെലവുകൾ മാത്രം, അതിനാൽ തന്നെ ഭരണഘടന നിദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചെലവുകൾ ലെജിസ്ലേച്ചറിൽ പാസ്സാക്കാതെ തന്നെ അവർക്ക് എടുക്കാം. അതുകൊണ്ടാണ് അതിനെ ചാർജർ എന്ന് പറയുന്നത്. അപ്പോൾ ചാർജർ എക്സ്പെൻഡിച്ചർ ഒരിക്കലും ലെജിസ്ലേച്ചറിൽ പാസ്സാക്കേണ്ട. അത് ഏതെല്ലാം ആണെന്നുള്ളത് ബഡ്ജറ്റ് മാനുവലിൻ്റെ, കേരള ബഡ്ജറ്റ് മാനുവലിൽ നിങ്ങൾ പുസ്തകം വാങ്ങുക. ആ പുസ്തകത്തിൽ അപ്പൻഡിക്സ് 4, കേരള ബഡ്ജറ്റ് മാനുവലിലെ അപ്പൻഡിക്സ് 4, കേരള ബഡ്ജറ്റ് മാനുവലിലെ അപ്പൻഡിക്സ് 4 പറഞ്ഞിരിക്കുന്നു ഏതെല്ലാം വ്യക്തികളുടെ ശമ്പളമാണ് ചാർജ് എക്സ്പെൻഡിച്ചറായിട്ട് മാറുന്നത്, ഏതെല്ലാം വ്യക്തികളുടെ ശമ്പളമാണ് ചാർജ് എക്സ്പെൻഡിച്ചറായിട്ട് മാറുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തത് പേ ആൻഡ് അലവൻസസ് ഓഫ് ഗവർണർ ഓഫീസ്. പേ ആൻഡ് അലവൻസസ്, ഗവർണറുടെ ഓഫീസിലുള്ള എല്ലാ ചെലവുകളും, കാരണം അത് ഭരണഘടനാ സ്ഥാപനമാണ്, അവരുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ചെലവഴിക്കേണ്ടത്. പക്ഷേ അതിന് ലെജിസ്ലേച്ചറുടെ അനുമതി വേണ്ട. രണ്ടാമത്തെ കാര്യം സ്പീക്കർ, പേ ആൻഡ് അലവൻസസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. ഇതുപോലെ തന്നെ ഡെപ്റ്റ് ചാർജസ്, ഇൻട്രസ്റ്റ്, സിങ്കിങ് ഫണ്ട്, റിഡംഷൻ എക്സെട്ര. ഡെപ്റ്റ് ചാർജസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് 3 കാര്യങ്ങളാണ്. റവന്യൂസ്, ഓൾ റവന്യൂസ്, ക്യാപിറ്റൽ റെസിറ്റ് ആകാം, റവന്യൂ റെസിറ്റ് ആകാം. അതുപോലെ തന്നെ ഡെപ്റ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബോറോഡ് ഫ്രം പബ്ലിക് ഫോർ ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ അസറ്റ് ഓർ ഡിമിനിഷിങ് ലയബിലിറ്റീസ്. അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ വരവുകൾ 3 തരത്തിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 266 ആർട്ടിക്കിൾ 1 പ്രകാരം എന്തെല്ലാമാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കുള്ള വരവുകൾ? ഓൾ റെസിറ്റ്, ഓൾ റവന്യൂസ് മീൻസ് ക്യാപിറ്റൽ റവന്യൂ, ക്യാപിറ്റൽ റെസിറ്റ് ആൻഡ് റവന്യൂ റെസിറ്റ്. ദെൻ ഡെപ്റ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ദീസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് റിസീവ്ഡ് ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് വാങ്ങുന്നത്? ബോറോവുഡ് ക്യാപിറ്റൽ എന്നുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞു തന്നു. ബോറോവുഡ് ക്യാപിറ്റൽ ഫ്രം ഔട്ട്സൈഡ്, ഫ്രം പബ്ലിക്, ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണ് ബോറോവുഡ് ക്യാപിറ്റൽ വാങ്ങുന്നത്? ആ ബോറോവുഡ് ക്യാപിറ്റൽ വാങ്ങി കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് വരവയ്ക്കുന്നത്, സഞ്ചിത നിധിയിലാണ് വരവയ്ക്കുന്നത്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അസറ്റുകൾ ഉണ്ടാക്കണം, മുതലുകൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള അസറ്റുകൾ ക്രിയേഷൻ നടത്തുകയോ നിലവിലുള്ള അസറ്റുകൾ കൂട്ടുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള ബാധ്യതകൾ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് അസറ്റുകൾ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ റെഡ്യൂസ് ലയബിലിറ്റീസ്, ബാധ്യതകൾ കുറയ്ക്കുന്നതിനോ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആർ റിസീവിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഔട്ട്സൈഡ് പാർട്ടീസ് ഓർ ദി തേർഡ് പാർട്ടീസ് ഓർ ദി പബ്ലിക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്നും ലോൺസ് ആൻഡ് അഡ്വാൻസസോ ഡെപ്റ്റോ വാങ്ങുമ്പോൾ, കടം വാങ്ങുമ്പോൾ അത് വാങ്ങുന്നത് ഇറ്റ് ഈസ് റിസീവ്ഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ദെർ മസ്റ്റ് ബി എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. After the expiry of the period, that loan must be redeemed or redemption of fund received from public. പൊതുജനങ്ങളിൽ നിന്നും വാങ്ങിയിരിക്കുന്ന ഫണ്ടുകൾ തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ട്. ആ കാലാവധിക്ക് ശേഷം തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഫണ്ട് ഒരിക്കലും വോട്ട് ഓൺ അക്കൗണ്ട് അല്ലെങ്കിൽ വോട്ടർ എക്സ്പെൻഡിച്ചർ അല്ല, അത് ചാർജ് എക്സ്പെൻഡിച്ചറാ. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും അതുപോലെ അതാണ് സിങ്കിങ് ഫണ്ട്. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. ഇറ്റ് ഈസ് ഇയർമാർക്ക്ഡ്. ആ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു.
NPS, നാഷണൽ പ്രൊവിഡൻറ്റ് ഫണ്ട്, അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ ഫണ്ട്, അല്ലെങ്കിൽ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട്, ഒരു പ്രത്യേക ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അത് തിരിച്ചു കൊടുക്കണം, ഒരു കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ വാങ്ങിയിരിക്കുന്ന ആ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യത്തിന് ഒരു കാരണവശാലും അതിൻ്റെ ലെജിസ്ലേച്ചറിൽ ഒരിക്കലും പാസ്സാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്തെല്ലാമാണെന്നുള്ളത് ബഡ്ജറ്റ് മാനുവലിൻ്റെ അപ്പൻഡിക്സ് 4 നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ട് അതിൽ ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് മാനുവൽ പുസ്തകത്തിൽ അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ അപ്പൻഡിക്സ് 4 പറഞ്ഞിരിക്കുന്നു ഏതെല്ലാമാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒരു 8-9 ഐറ്റംസ് പറയുന്നുണ്ട്. അതിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു, പേ ആൻഡ് അലവൻസസ് ഓഫ് ഗവർണറുടെ ഓഫീസ്, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കറുടെ ഓഫീസിലെ ശമ്പളം, ഡെപ്റ്റ് ചാർജസ് ആൻഡ് ഇൻട്രസ്റ്റ്, സിങ്കിങ് ഫണ്ട്, റിഡംഷൻ ഓഫ് ഫണ്ട്സ്, റിഡംഷൻ തിരിച്ചു കൊടുക്കൽ, റിഡംഷൻ. ദെൻ സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ്, സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ്. അതുപോലെ തന്നെ എക്സ്പെൻസസ് ഓഫ് ജഡ്ജ്മെന്റ് ഡിക്രി, കോടതി ഒരു പ്രത്യേക ഇത് വഴിയായിട്ട് ഇത്ര രൂപ കൊടുക്കണം. കോടതി സർക്കാരിന് വല്ല കേസുകളൊക്കെയും തോറ്റു കഴിഞ്ഞാൽ കോടതി പ്രഖ്യാപിക്കുകയാണ് ഇത്ര രൂപ കോമ്പൻസേഷനായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് സർക്കാർ കൊടുക്കണം. അതും ചാർജ്ഡ് എക്സ്പെൻഡിച്ചറാണ്. ഇത് അപ്പോൾ എക്സ്പെൻസസ് ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് ഡിക്രി, അതുപോലെ തന്നെ എക്സ്പെൻസസ് ഓഫ് ഹൈക്കോർട്ട് ഓഫീസ്, ഹൈക്കോടതി ഓഫീസുകളിലെ ചെലവുകൾ, അതും ചാർജ് എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 290A പ്രകാരം, ആർട്ടിക്കിൾ 290A പ്രകാരം, ആർട്ടിക്കിൾ 290 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ, ഇതൊക്കെയും ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ടാണ് അവർക്ക് നിയമസഭയിൽ ഇത് ചാർജ് വോട്ട് ചെയ്ത് എക്സ്പെൻഡിച്ചർ ആക്കാതെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് 290A ആർട്ടിക്കിളിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ 299A ആർട്ടിക്കിളിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് ഒരു നിശ്ചിത ഫണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കൊടുക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാ. കഴിഞ്ഞ വർഷമൊക്കെയും ഒരു ചർച്ച വന്നിരുന്നു. അതായത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ കൺട്രോള്, ദേവസ്വം ബോർഡുകളുടെ കൺട്രോള് ഗവൺമെന്റിനുണ്ടോ എന്നുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. സർക്കാരിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഒരു നിശ്ചിത തുക ഭരണഘടന 290A പ്രകാരം നൽകുന്നുണ്ട്. അത് സർക്കാരിൻ്റെ നികുതി പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനെ സഹായിക്കാനും അങ്ങോട്ട് സഹായിക്കാനുമുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 290A പ്രകാരം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും അത് വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കേണ്ട, അല്ലെങ്കിൽ വോട്ടർ എക്സ്പെൻഡിച്ചറായിട്ട് പാസ്സാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കുന്ന ആ ഫണ്ടും ചാർജ്ഡ് എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ എനി അതർ എക്സ്പെൻഡിച്ചർ which is ordered by court decree, കോടതി വഴിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെലവുകൾ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെലവുകളും, ഈ പറഞ്ഞിരിക്കുന്ന ചെലവുകൾ വിട്ടിട്ട് ഏതെങ്കിലും ചെലവുകൾ കോടതി വഴിയായിട്ട് ഡിക്രി വഴിയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കാനായിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. സോ ഐ കൺക്ലൂഡ് വോട്ടർ എക്സ്പെൻഡിച്ചർ ആൻഡ് charged expenditure. Water expenditure means it is subjected to vote in the legislature, whereas charged expenditure means it is not subjected to vote in the legislature. You can refer this charged expenditure in the budget manual appendix
the next vote at expenditure, vote on account we can discuss in the next class.